മോതിരക്കല്ലിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വ്യാപകമായ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് സാമ്പത്തിക കൊള്ളയും മോതിരക്കല്ലിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കലുമാണ്. ചില മതങ്ങളിലും പുരാണങ്ങളിലും വ്യത്യസ്തമായ ജ്യോതിഷത്തിലും ചില മോതിരക്കല്ലുകളെ മഹത്വവൽക്കരിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ അഖീഖ്, യാഖൂത്ത്, ഫൈറൂസ് തുടങ്ങിയ മോതിരക്കല്ലുകൾക്ക് പ്രത്യേക പുണ്യം കൽപ്പിക്കുന്നതായി ചില ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ നിരവധി കള്ളക്കഥകളും കെട്ടിച്ചമച്ച ഹദീസുകളുമാണ് ഉദ്ധരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷേ അതെല്ലാം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കെട്ടിച്ചമച്ച ഹദീസുകളാണ്. അതിൽ ചിലത് ഇങ്ങനെയാണ്: തഖത്തമൂ ബിൽ അഖീഖ് ഫഇന്നഹു യുൻഫിൽ ഫഖർ. അഖീഖിന്റെ മോതിരം ധരിക്കുവിൻ, നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാതാകും. മറ്റൊരു ഹദീസ്: അഖീഖിന്റെ മോതിരം ധരിച്ചാൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകും. അഖീഖിന്റെ മോതിരം ധരിച്ചാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി ധാരാളം അഖീഖുമായി ബന്ധപ്പെട്ട വ്യാജനിർമ്മിതമായ ഹദീസുകൾ കാണാം. പക്ഷേ വളരെ ചിന്താശക്തിയുള്ള ഇമാമിയങ്ങൾ കൂലങ്കഷമായി പഠനം നടത്തിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഖീഖുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം വ്യാജമാണ് എന്ന്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഹാഫിദുൽ ഖൈലി റഹിമഹുമുള്ള അവിടുത്തെ അൽ-ളുഅഫാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് വലാ യസ്ബുതു ഫീ ഹാദൽ ബാബി ഷൈ, ഈ അഖീഖുമായി ബന്ധപ്പെട്ട ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഹിജ്റ 1031 വഫാത്തായ അബ്ദുറഊഫുൽ മുനാവി അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫൈളുൽ ഖദീറിൽ മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. വഖാല ഇബ്നു റജബ് റഹിമഹുല്ലാഹ് വകുല്ലു അഹാദീസു തഖത്തും ബിൽ അഖീഖ് ലാ യസ്ബുതു മിൻഹാ ഷൈ. അഖീഖുമായി ബന്ധപ്പെട്ട മോതിരത്തിന്റെ വിഷയം അതിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു റജബ് റഹിമഹുല്ലാഹയെ തൊട്ട് അബ്ദുറഊഫുൽ മുനാവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഹിജ്റ 748 വഫാത്തായ ശംസുദ്ദീൻ അദ്ദഹബി റഹിമഹുല്ലാഹ് അവിടുത്തെ മീസാനുൽ ഇഅ്തിദാൽ ഫീ നഖ്ദി റിജാൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അഖീഖുമായി ബന്ധപ്പെട്ട ഹദീസ് മൗളൂഅൻ, വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണ്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖീഖുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വ്യാജമാണെന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖീഖിന്റെ മോതിരം ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച മോതിരത്തിന്റെ ആ മോതിരക്കല്ല് ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2094 ഹദീസ് കാന ഖാതമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വരിഖ്. വെള്ളിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മോതിരമുണ്ടായിരുന്നു. വെള്ളി കൊണ്ടുള്ളൊരു മോതിരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. വകാന ഫസ്സുഹു ഹബശിയൻ. ആ മോതിരത്തിന്റെ മോതിരക്കല്ല് ഹബശിയൻ, എത്യോപ്യൻ കല്ലായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട്. ഇവിടെയൊന്നും അഖീഖ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പിന്നെ കാന ഫസ്സുഹു ഹബശിയൻ, എത്യോപ്യൻ കല്ല് എന്ന് അവിടെയുണ്ട്. അതിനെ വിശദീകരിച്ചെടുത്ത ചില ഇമാമികൾ ചില അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അത് അഖീഖിന്റെ കല്ലാവാൻ സാധ്യതയുണ്ടെന്ന്. ചില ആളുകൾ പറഞ്ഞത് ഹബശിയൻ എത്യോപ്യൻ കല്ലാണെന്നാണല്ലോ ഹദീസിലുള്ളത്. അതുകൊണ്ട് ഹബശിയൻ എന്ന് പറയുമ്പോൾ എത്യോപ്യക്കാരുടെ നിറത്തിലുള്ള കല്ലാവാനും സാധ്യതയുണ്ട്. ആഫ്രിക്കയിലെ ഒരു രാജ്യമാണല്ലോ എത്യോപ്യ. അതുകൊണ്ട് ആ നാട്ടുകാരുടെ നിറത്തിലുള്ള കല്ലാവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എത്യോപ്യയിലെ ഏതെങ്കിലും ഒരു കല്ലാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അവരാരും കൃത്യമായിട്ട് ഖണ്ഡിതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തിന്റെ മോതിരക്കല്ല് അഖീഖാണെന്ന് ആരും കൃത്യമായി പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരക്കല്ല് ഏതാണെന്നതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് അഖീഖ് പോലോത്ത ഒരു മോതിരക്കല്ലിനും ഇസ്ലാം മഹത്വം കൽപ്പിച്ചിട്ടില്ല. അഖീഖിന്റെ പേരിൽ പല ഹാഷിയകളിലും ഫളായിലിന്റെ ഗ്രന്ഥങ്ങളിലും കാണുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ച ഹദീസുകളും അതുപോലെ വ്യാജ നിർമ്മിതമായ കഥകളുമാണ്. ഇതിന്റെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നാം മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.